ഹലോ ഹായ് നമസ്കാരം. പ്രൊജക്ട് ഹെയിൽ മാരി എന്നൊരു ബ്യൂട്ടിഫുൾ സിനിമ കണ്ടു. ചില സിനിമകളുണ്ടല്ലോ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതൊരിക്കലും തീർന്നു പോകല്ലേ എന്ന് നമ്മൾ മനസ്സിൽ വിചാരിക്കും. അതുപോലെ ഈ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഇത് അവസാനിക്കില്ലേ എന്ന് തോന്നിയൊരു സിനിമയാണ് പ്രൊജക്ട് ഹെയിൽ മാരി. ഐമാക്സിലാണ് ഞാൻ ഈ സിനിമ കണ്ടത്. അപ്പോൾ ഇതിൻ്റെ വിഷ്വൽ എക്സ്പീരിയൻസ് അതുപോലെ തന്നെ സിനിമയുടെ സൗണ്ട് ക്വാളിറ്റി ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ഭയങ്കര ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് ഈ സിനിമ സമ്മാനിച്ചത്. കാസ്റ്റ് അവേ, ലൈഫ് ഓഫ് പൈ എന്ന സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള പോലത്തെ ഒരു ഫ്രണ്ട്ഷിപ്പാണ് ഈ സിനിമയിലും അവർ കാണിക്കുന്നത്. ലൈഫ് ഓഫ് പൈയിൽ നമ്മുടെ നായകനും ടൈഗറും തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. കാസ്റ്റ് അവേയിൽ ഒരു ഫുട്ബോളും നമ്മുടെ നായകനും തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത രീതിയിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പാണ് ഈ സിനിമയിലും വരുന്നത്. ഒരു ഏലിയനും ഒരു ഹ്യൂമനും തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ്. അപ്പോൾ അത് നല്ല രസമായിട്ടാണ് അവർ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഗ്രേസ് എന്നൊരു സയൻസ് ടീച്ചർ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പുള്ളിക്ക് സ്പേസിലേക്ക് പോകേണ്ടി വരികയാണ്. ഭൂമിയിലെ സൂര്യന് ഭീഷണിയാവുന്ന ഒരു നിഗൂഢ പദാർത്ഥത്തിന് തേടിയാണ് ഗ്രേസ് സ്പേസിലേക്ക് പോകുന്നത്. ഗ്രേസ് അവിടെ സ്പേസിലെത്തി കഴിയുമ്പോൾ നേരിടുന്ന പ്രതിസന്ധികളൊക്കെയാണ് നമ്മളെ കാണിക്കുന്നത്. പക്ഷേ പുള്ളിക്ക് അവിടെ ഒരു ഏലിയൻ ഫ്രണ്ടിനെ കൂടി കിട്ടുന്നു. റോക്കി എന്ന പേരുള്ള ഒരു ഏലിയൻ ഫ്രണ്ട്. അപ്പോൾ അവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പാണ് ഈ സിനിമയുടെ ഒരു മെയിൻ പ്ലോട്ട് എന്ന് പറയുന്നത്. നമുക്ക് ശരിക്കും ഇമോഷണലി കണക്റ്റഡ് ആവും ആ ക്യാരക്ടേഴ്സ് തമ്മിലുള്ള അവരുടെ ആ ബോണ്ടിങ്ങും അവരുടെ ആ ഒരു കോൺവെർസേഷനും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് സിനിമയിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഫിൽ ലോഡ് ആൻഡ് ക്രിസ്റ്റഫർ മില്ലർ ഇവർ രണ്ടുപേരും കൂടിയാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ല രസമായിട്ട് തന്നെ സിനിമ എടുത്തു വെച്ചിട്ടുണ്ട്. റയാൻ ഗോസ്ലിംഗ് ആണ് ഗ്രേസ് എന്ന ക്യാരക്ടറായിട്ട് വരുന്നത്. അപ്പോൾ പുള്ളിയുടെ പെർഫോമൻസ് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. പുള്ളി ആ ഒരൊറ്റ ക്യാരക്ടറാണ് കുറേ നേരത്തേക്ക് സിനിമയിൽ വരുന്നത്. അപ്പോൾ പുള്ളിയുടെ ആ ഒരു എക്സ്പ്രഷൻസും ആ ഇമോഷൻസ് കൺവേ ചെയ്യുന്ന രീതിയും നല്ല രസമായിട്ട് തന്നെ പുള്ളി പെർഫോം ചെയ്തിട്ടുണ്ട്. നമുക്ക് ശരിക്കും ആ ക്യാരക്ടറിനോട് ഭയങ്കര ഇഷ്ടം തോന്നും. അത്രയുമിൽ നല്ല ഭംഗിയായിട്ടാണ് പുള്ളി അത് പെർഫോം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ റോക്കി എന്നൊരു ഏലിയൻ ക്യാരക്ടർ, അപ്പോൾ അതിനെ പ്രസന്റ് ചെയ്തിരിക്കുന്നതും നല്ല രസമാണ്. ഭയങ്കര ക്യൂട്ടൊരു ക്യാരക്ടറാണ്. നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് സിനിമയിൽ ആ ക്യാരക്ടറിനെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതും നല്ല രസമാണ് ഇങ്ങനെ കണ്ടിരിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ കാസ്റ്റ് അവേ, ലൈഫ് ഓഫ് പൈ പോലത്തെ സിനിമകളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും. നല്ല രസമായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന ഒരു സിനിമയാണ് പ്രൊജക്ട് ഹെയിൽ മാരി. അപ്പോൾ നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാം. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ സന്തോഷം. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.